ടെക്കൻ ന്യൂസിന്റെ 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിന്റെ സാമ്പത്തിക ടൂറിസം ഭൂപടത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു പാതയാണ് ആലുവ മൂന്നാർ രാജപാത. പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ഒരു പാത നിലവിൽ വന്നിരുന്നു. പിന്നീട് നമുക്കറിയാം, പ്രകൃതിക്ഷോഭങ്ങളൊക്കെ മൂലം ആ ഒരു പാത അവിടെ നാശത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ആ ഒരു പാത അത് പുനഃസ്ഥാപിക്കണം, അത് പുനർനിർമ്മിക്കണം, അത് തുറന്നു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ കോതമംഗലത്തിന്റെയും ഹൈറേഞ്ചിന്റെയും ഒക്കെ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ ആലുവ മൂന്നാർ രാജപാതയുടെ ആ ഒരു പ്രസക്തി, ഈ കാലഘട്ടത്തിലെ പ്രസക്തി? ആ ഒരു പാത ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഹൈറേഞ്ച്, ഒപ്പം തന്നെ നമുക്കറിയാം എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകൾ, ആ മേഖലകൾക്ക് ആ ഒരു പാത സൃഷ്ടിക്കുന്ന, ആ വികസനപരമായി സൃഷ്ടിക്കുന്ന പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ എന്തെല്ലാം തടസ്സങ്ങളാണ് നിലവിൽ അതിന്റെ വികസനം സംബന്ധിച്ച് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ആരാണ് ആ വികസനത്തിന് തുരങ്കം വെക്കുന്നത്? ഈ വിഷയങ്ങളാണ് ഇന്ന് 4 മണി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ, ഒപ്പം തന്നെ ഈ ആലുവ മൂന്നാർ രാജപാത ആക്ഷൻ കൗൺസിൽ അംഗവും ഒപ്പം തന്നെ കിരൺപാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ മാമച്ചൻ ജോസഫ്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ, നമ്മൾ ഈ ഒരു വിഷയം നമ്മൾ പല പ്ലാറ്റ്ഫോമുകളിൽ ചർച്ച ചെയ്തതാണ്. പക്ഷേ എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ കുറെ കൂടി ഈ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭരണ നേതൃത്വത്തിന്റെ ഒക്കെ ഒരു ശ്രദ്ധയിലേക്ക് ഈ ഒരു വിഷയം കുറെ കൂടി കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ വീണ്ടും ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു വിഷയം ആദ്യമായി ശ്രമിക്കുന്ന പ്രേക്ഷകർ ഉണ്ടാകാം. അവരുടെ അറിവിലേക്ക് ഈ പാതയുടെ ഒരു അടിയന്തര പ്രാധാന്യം തുടക്കത്തിൽ തന്നെ അങ്ങൊന്ന് വിശദീകരിക്കാമോ? ആലുവ മൂന്നാർ രാജപാത എന്ന് പറയുന്നത് ഒരുപാട് പഴക്കമുള്ള ഒരു പാതയാണ്. അതായത് പുരാതന കാലം മുതലേ ഉണ്ടായിരുന്ന നടപ്പാതയാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലും ഒപ്പം തന്നെ രാജഭരണ കാലഘട്ടത്തിലും ഒക്കെ ഇത് ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയ ഒരു പാതയായിട്ട് ഇത് നിർമ്മിക്കപ്പെട്ടു. പിന്നീട് 1924 വെള്ളപ്പൊക്കത്തിലെ ഒരു കുറച്ചു ഭാഗം, വളരെ കുറച്ചൊരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരു JCBക്ക് 2-3 മണിക്കൂർ പണിയാവുന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ കരിന്തിരിമല എന്ന് പറയപ്പെടുന്ന ഭാഗം കുറച്ച് ഇങ്ങനെ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി. അതേ തുടർന്ന് ഈ വഴി അങ്ങോട്ട് വിസ്മരിക്കപ്പെടുകയാണ് ചെയ്തത്. ശരിക്കും ഇപ്പൊ കോതമംഗലത്ത് നിന്ന് നേര്യമംഗലം വഴി അടിമാലി വഴി മൂന്നാറിന് പോകുന്ന വേറൊരു സമാന്തര പാത ഉണ്ടാവുകയും ചെയ്തു. ഈ പാത സാധാരണ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഈ 2020 ആയപ്പോഴത്തേക്കും വനം വകുപ്പ് ഈ പാത കയ്യേറുകയും അത് അവര് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. അന്ന് പറഞ്ഞിരുന്നത് ആളുകൾ കയറി അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആളുകൾ ആരും ഒക്കെ അതിനോട് സഹകരിച്ചു. പക്ഷെ പിന്നീടായപ്പോഴത്തേക്കും അതിലെ യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നത് കുറ്റകരമായി മാറുകയും ആ വഴിയിലൂടെ കയറുന്നു എന്നതിന്റെ പേരില് ആളുകളുടെ പേരിൽ കേസെടുക്കുകയും ചെയ്തു. ഈ പാത എന്ന് പറയുന്നത് PWD റോഡാണ് എന്നുള്ളതിന്റെ എല്ലാ രേഖകളും ഇപ്പോ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് മഹാരാജാവിന്റെ ഭരണകാലത്ത് ഇത് തീർച്ചയായിട്ടും ഇത് ഈ വനത്തിന്റെ അതായത് ഡീഫോറസ്റ്റേഷൻ ചെയ്ത്, അതായത് വനം അല്ലാതാക്കിക്കൊണ്ട് വിജ്ഞാപനം ചെയ്തതിന്റെ രേഖകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് PWD ഡിപ്പാർട്ട്മെന്റിന്റെ അവകാശത്തിൽപ്പെട്ടതാണ് എന്ന് കാണിക്കുന്ന ഒരുപാട് രേഖകൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ വനം വകുപ്പ് അത് അംഗീകരിക്കുന്നില്ല. ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളുടെ പേര് കേസെടുക്കുന്നു. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റോഡ് തുറന്നു കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ വികസനത്തിന് കാരണമാകും. ടൂറിസം മേഖലയിലുള്ള വലിയൊരു കുതിച്ചുചാട്ടത്തിന് ഇത് കാരണമാകും. അത് പിണ്ടിമനയായാലും കീരമ്പാറയായാലും കുട്ടമ്പുഴയായാലും മാങ്കുളമായാലും മൂന്നാറായാലും ഈ പ്രദേശങ്ങൾക്കെല്ലാം ഇത് ഭയങ്കരമായ ഒരു ബ്ലെസ്സിങ് ആയി മാറുന്ന ഒരു പാതയാണ്. ഇവിടുത്തെ മലയോര ജനത ഒരുപാട് ആഗ്രഹിക്കുന്നു ഈ റോഡ് തുറന്നു കിട്ടുവാനായിട്ട്. അതായത് എല്ലാ രേഖകളും ഉണ്ട്. ഇത് PWD ജനങ്ങളുടേതാണ്, രേഖകളെല്ലാം ഉണ്ട്. പക്ഷെ അത് വനംവകുപ്പിന് മാത്രം അംഗീകരിക്കുന്നില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ PWD ഭയക്കുന്നത് പോലെ ഒരു തോന്നലാണ്. അതായത് PWD ഇതുവരെയായിട്ടും ഞങ്ങളുടെ റോഡാണ്, വനംവകുപ്പിന് ക്ലെയിം ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവർക്ക് അങ്ങോട്ട് പറയാനായിട്ട് കഴിയുന്നില്ലാത്തൊരവസ്ഥയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വനംവകുപ്പ് ഭരിക്കുന്ന അല്ലെങ്കിൽ വനംവകുപ്പിനെ നിയന്ത്രിക്കുന്ന മാഫിയകള് PWD പോലുള്ള ഡിപ്പാർട്ട്മെന്റുകളെയും വരിഞ്ഞു മുറുക്കി കഴിഞ്ഞു എന്ന് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ഇത് ജനങ്ങളുടെ പാതയാണ്, ജനങ്ങൾക്ക് ഇത് അവകാശമായിട്ട് തുറന്നു കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ ഒരു പാതയുടെ പ്രസക്തി കാലഘട്ടത്തിൽ വീണ്ടും ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഇടയായത് മാസങ്ങൾക്ക് മുമ്പ് കോതമംഗലം രൂപതയുടെ മുൻ അധ്യക്ഷനായിരുന്ന അഭിമന്യ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആ ഒരു പ്രക്ഷോഭമാണ്. ആ പാതയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നു, ജനപ്രതിനിധികൾ അങ്ങുൾപ്പെടെയുള്ളവർ സഞ്ചരിച്ചിരുന്നു. അപ്പോൾ അന്ന് വനവകുപ്പ് അഭിമന്യ പിതാവിനെതിരെ കേസെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. പിന്നീട് കേസൊക്കെ പിൻവലിക്കുന്നു. ഇപ്പോൾ
ആ ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുടെയൊക്കെ ഒരു സ്റ്റാറ്റസ് എന്തൊക്കെയാണ് അതൊന്നും കേസുകള് ചാർജ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. അതായത് കേസുകൾ ഓവർ ബുക്ക് ചെയ്തിരിക്കുകയാണ്, പക്ഷെ കേസുകൾ ചാർജ് ചെയ്തിട്ടില്ല. എപ്പോ വേണമെങ്കിലും അവർക്ക് ചാർജ് ചെയ്യാം, പക്ഷെ സാധ്യത കുറവാണ്. കാരണം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിലനിൽക്കില്ല. കാരണം ഇത് PWD റോഡാണെന്നുള്ള രേഖകളെല്ലാം പൊതുസമൂഹത്തിൽ അവൈലബിൾ ആണ്. തന്നെയല്ല, ഈ റോഡ് തുറക്കണമെന്നുള്ള കുറെ കാലമായിട്ട് ഇപ്പം നമ്മൾ കാണുന്ന ഒരു മൂവ്മെന്റ് 2016 മുതൽ നടക്കുന്ന ഒരു മൂവ്മെന്റ് ആണ്. അതായത് വനം വകുപ്പിന്റെ ഒരു കയ്യേറ്റം ഉണ്ടായി, ജനങ്ങൾ തിരിച്ചറിയുന്നു ഇത് 2020 കൂടി അങ്ങോട്ട് കയറുന്ന ആളുകൾ ഇവർ കേസെടുക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. അപ്പൊ ആ കാലഘട്ടം മുതൽ ഉണ്ടാകുന്ന ഒരു വലിയ മൂവ്മെന്റ് ആണ്. അതിന്റെ ഏറ്റവും ഒരു തീവ്രമായ ഒരു തലത്തിലേക്ക് വന്നതാണ് നമ്മൾ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നമ്മൾ കണ്ടത്. അഭിനന്ദിയ പുന്നക്കോട്ട് പിതാവിന്റെ നേതൃത്വത്തില് ആയിരക്കണക്കിന് ആളുകൾ ഈ റോഡിലൂടെ യാത്ര ചെയ്തു. അതായത് പിതാവ് തന്നെ പറയുന്നത്, പിതാവ് പല പ്രാവശ്യം റോഡിലൂടെ നടന്നും ജീപ്പിലും ഒക്കെ ആയിട്ട് പോയിട്ടുള്ളതാണ്. ആ റോഡിലൂടെ വീണ്ടും യാത്ര ചെയ്യാൻ വേണ്ടി വന്നപ്പോ അവർ കേസെടുക്കാനുള്ള ഒരു ധൈര്യമൊക്കെ വനം വകുപ്പ് കാണിച്ചു. അത് പക്ഷേ വലിയ ജനകീയ പ്രക്ഷോഭം, കോതമംഗലം മുഴുവൻ ഇളകി മറയുന്ന ഒരു വലിയ ജനകീയ പ്രക്ഷോഭമായിട്ട് മാറി. സർക്കാരിന് ജനങ്ങളുടെ ചാച്ചത്തിക്ക് മുമ്പിൽ പിന്മാറേണ്ടതായിട്ട് വന്നു. പക്ഷെ ഇപ്പോഴും ആ വനം വകുപ്പിന്റെ പിടിയിൽ നിന്ന് റോഡിനെ വിട്ട് മോചിപ്പിച്ചെടുക്കാനായിട്ട് അതിനുള്ള ഒരു ആധിപത്യം സർക്കാരിന് കഴിയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങള് മന്ത്രിയൊക്കെ ചർച്ച ചെയ്ത് മന്ത്രി ചോദിച്ചത്, പണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കാതെ എന്നൊക്കെയാണ്. അങ്ങനത്തെ ഒരു യാതൊരു തരത്തിലുള്ള വിലയില്ലാത്ത ബാലിശമായ ചില വർത്തമാനങ്ങളൊക്കെ ഉത്തരവാദപ്പെട്ട ചില മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതായത് സർക്കാർ ആരെയോ ഭയക്കുന്നു, അത് ആരെയോ ജനങ്ങളോട് പറയട്ടെ, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശ്രീ മാമച്ചൻ, ഞാൻ മനസ്സിലാക്കുന്നു 2021 ഒക്ടോബർ 13 മന്ത്രി PA മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പഴയ രാജപാത തുറന്നു നൽകേണ്ടത് കേരളത്തിന്റെ സാമ്പത്തിക ടൂറിസം ഭൂപടത്തിൽ അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം. നമുക്കറിയാം, മന്ത്രി മുഹമ്മദ് റിയാസിനെ പോലെ മന്ത്രിസഭയിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു മന്ത്രിയാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആ പാത യാഥാർത്ഥ്യമാകാതിരിക്കുവാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പലരും അതിനൊരു വികസനത്തിനൊരു വിലങ്ങുതടിയായി മാറുന്നു. ഇപ്പോൾ നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ വനംവകുപ്പാണ് അതിന്റെ ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് വനം വകുപ്പ് ഈ ഒരു വിഷയത്തിൽ, ഈ രാജപാതയുടെ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു കടുംപിടുത്തം പിടിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത നമുക്ക് ആ വിഷയത്തിൽ സംശയിക്കാൻ സാധിക്കുമോ, ശ്രീ മാമച്ചൻ? എന്തായാലും ഈ കാര്യത്തെപ്പറ്റി ചർച്ച നടത്തുമ്പോൾ നമുക്ക് വളരെ വിചിത്രമായി തോന്നുകയാണ്. നമ്മൾ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാരണം പറഞ്ഞാൽ, നമുക്ക് ജനങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിച്ചുകൊണ്ട് വനം വകുപ്പ് കാണിക്കുന്ന ഈ എന്താ പറയുക, നമുക്ക് വിവരദോഷം എന്ന് തന്നെ പറയാം. നിയന്ത്രിക്കാൻ ആളില്ലാത്ത പട്ടം പോലെ ഈ വനം വകുപ്പ് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വികസനവും, ഒരു വികസനം മാത്രമല്ല, നിരവധി വികസനങ്ങൾക്ക് വിലങ്ങുതടിയാവുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട്, PWD റോഡാണ് എന്ന്. ബഹുമാനപ്പെട്ട റോബിനച്ചൻ സൂചിപ്പിച്ചതുപോലെ ഇത് PWD റോഡാണെന്ന് ഒരു ദിവസമോ 2 ദിവസമോ മുമ്പ് പ്രഖ്യാപിച്ചതല്ല മിസ്റ്റർ ജോർജ്. ഇത് ഏതാണ്ട് 1878 148 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് PWD റോഡാണെന്ന് മനസ്സിലായതാണ്. അതിനുശേഷം 1919 തിരുവിതാംകൂർ സർക്കാരിന്റെ കാലത്ത് ഈ റോഡ് ഈ വനം വകുപ്പിൽ നിന്നും വിടുതൽ ചെയ്ത് വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളതാണ് 1919. ഈ 1919 തന്നെ തിരുവിതാംകൂർ സർക്കാർ 16 നമ്പർ സ്റ്റേറ്റ് ഹൈവേ ആയിട്ട് പ്രഖ്യാപിച്ച റോഡും കൂടിയാണ് PWD റോഡ്. അതിനുശേഷം 2009 വളരെ റീസെന്റ് ആയിട്ട് 2009 MDR, അതായത് മേജർ ഡിസ്ട്രിക്ട് റോഡായിട്ട് പോലും നമ്മൾ പ്രഖ്യാപിച്ച റോഡാണ്. അപ്പോൾ രേഖകൾ പരിശോധിക്കുമ്പോൾ എല്ലാ രീതിയിലും, ഏതെല്ലാം രീതിയിലെടുത്താലും ഈ റോഡ് PWD റോഡാണെന്ന് വളരെ വളരെ വ്യക്തമാണ്. അത് യാതൊരു സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം PWD ഉന്നത ഉദ്യോഗസ്ഥർ ഈ റോഡ് പരിശോധിക്കുകയും ഇത് വനം വകുപ്പിന്റെ അല്ല എന്ന് വളരെ വ്യക്തമായിട്ട്, വളരെ അസന്നിഗ്ധമായിട്ട് അവരും പ്രഖ്യാപിച്ചതാണ്. പിന്നെ ആരാണ് ഈ റോഡ് വനം വകുപ്പിന്റെ എന്ന് പറയുന്നത്? എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഈ പരിസരത്ത് കാണുന്ന എല്ലാം വനം വകുപ്പ് ഏറ്റെടുക്കുകയാണ്. ഞങ്ങളുടെ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കൂടിയാണ് ഈ റോഡ് കുട്ടമ്പുഴയ്ക്ക് കടന്നു പോകുന്നത്. കുട്ടമ്പുഴ നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് 564 സ്ക്വയർ കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ആലപ്പുഴ ജില്ലയിനേക്കാളും വലിയൊരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിലേക്ക് പോകുന്ന ഏക വഴിയാണ് നമ്മുടെ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കൂടെ കടന്നു പോകുന്ന വഴി. ആ വഴിയും ഏതാണ്ട് നമുക്ക് 18 മീറ്ററോളം വീതിയുള്ള ഒരു വഴിയാണ്. ആ എല്ലാ വഴികളും എല്ലാ കാര്യങ്ങളും വനം വകുപ്പിന്റെ, ബഹുമാനപ്പെട്ട റോബിനച്ചൻ സൂചിപ്പിച്ചതുപോലെ, ഏതോ ലോബിയുടെ പിടിയിൽ അമർന്നുകൊണ്ട് ഇത് ആർക്കും ഉപകാരപ്രദമല്ലാത്ത നടപടികളുമായി മുന്നോട്ടേക്ക് പോയാണ്. ഞാൻ ഉദാഹരണം പറയാം. ഉദാഹരണം പറഞ്ഞാൽ പൂയംകുട്ടി മുതൽ പെരുമ്പകുത്ത് വരെ നമുക്ക് 26 കിലോമീറ്റർ ആണ് ഈ റോഡിന്റെ നീളം.
ആ 26 കിലോമീറ്ററിൽ പൂയംകുട്ടി മുതൽ പീണ്ടിമേട് വരെയുള്ള 8.5 കിലോമീറ്റർ, അത് പണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പൂയംകുട്ടി പദ്ധതി എന്ന് പറഞ്ഞാൽ ആരംഭിക്കുകയും അത് പിന്നെ നമുക്ക് തുടരാൻ പറ്റില്ല. പക്ഷെ അന്നത്തെ കാലത്ത് KC ബോർഡിന് പൂയംകുട്ടിയിൽ നിന്ന് പീണ്ടിമേട് വരെ 8.5 കിലോമീറ്റർ റോഡ് സോൾവ് ചെയ്ത് PW റോഡാക്കിയേക്കണെയാണ്. ഇപ്പോൾ നിലവിൽ ഈ റീസൺലി, അതായത് മാസങ്ങൾക്ക് മുമ്പ് പെരുമ്പംകുത്തിൽ നിന്ന് നമുക്ക് കുറത്തിക്കുടി വരെ 5.5 കിലോമീറ്റർ KC ബോർഡിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് റോഡ് BMBC ടാർ ചെയ്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 8.5 കിലോമീറ്റർ പൂയംകുട്ടി ടു പീണ്ടിമേട്, പെരുമ്പംകുത്ത് ടു കുറത്തിക്കുടി ഉണ്ട്. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഇതിനകത്ത് 26 കിലോമീറ്ററിൽ 14 കിലോമീറ്ററും നമുക്ക് ഓൾറെഡി സഞ്ചാര യോഗ്യമാക്കിയതാണ്. ഇനി അതിന്റെ ഇടയിലുള്ള 12 കിലോമീറ്റർ കൂടി പൂർത്തീകരിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് കോതമംഗലത്ത് നിന്നും നമുക്ക് പെരുമ്പംകുത്ത്, അതായത് മാങ്കുളം പഞ്ചായത്ത് വരെ 26 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വളരെ ഈസിയിൽ എത്തിച്ചേരുവാൻ സാധിക്കും. വളരെ ഈസിയിൽ എത്തിച്ചേരുവാൻ സാധിക്കും. ഇത് വനം വകുപ്പ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ്, എനിക്കറിയില്ല ഇവിടെ നമ്മളൊരു സമാന്തര സർക്കാരായിട്ട് പോകുന്നതാണോ, അതെയോ നമ്മളെ എല്ലാവരെയും, നമ്മൾ കേരളക്കാരെ എല്ലാവരും നമ്മൾ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവികളെ പോലെ അവർ കണക്കൂട്ടുന്നത്. അതായത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ടൂറിസം മിനിസ്റ്റർ പറഞ്ഞിട്ട് കാര്യമല്ലോ, അദ്ദേഹം PW മിനിസ്റ്റർ കൂടിയാണ്. ഈ PW മിനിസ്റ്റർക്ക് ഞങ്ങൾ ആവശ്യപ്പെടാൻ ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പോയി എല്ലാ വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലും, അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക്, വനം വകുപ്പിന് അടക്കമുള്ള ആളുകൾക്ക്, PWD അടക്കമുള്ള ആളുകൾക്ക്, ഈ ടൂറിസം മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇതിന്റെ പൂർണ്ണമായ രേഖകൾ കൈമാറി. ബഹുമാനപ്പെട്ട കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് അവർക്ക് ബോധ്യമായിട്ടുണ്ട് ഈ റോഡ് PW റോഡാണ്. പക്ഷെ ബഹുമാനപ്പെട്ട കോടതി ഇത് PW റോഡാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്ന ആ വെഡിങ്സ് പറഞ്ഞിരിക്കുന്നത്, ഇത് നിങ്ങൾക്ക് ഗവൺമെന്റിന് തീരുമാനമെടുക്കാം. ഇപ്പോൾ നിലവിൽ ഈ പന്ത് ഗവൺമെന്റിന്റെ കയ്യിലാണ്. ഈ ഗവൺമെന്റിന് PWD മിനിസ്റ്റർ, PWD ഡിപ്പാർട്ട്മെന്റ്, PWD സെക്രട്ടറിക്ക്, PWD മിനിസ്റ്ററുടെ സെക്രട്ടറിക്ക് ഒരൊറ്റ ലെറ്റർ കൊടുത്താൽ മതി. ഒരു ലെറ്റർ കൊടുത്താൽ മതി. ഞങ്ങൾ രേഖകൾ പരിശോധിച്ച പ്രകാരം ഈ റോഡ് PWD റോഡ് വ്യക്തമായി എന്ന് പറഞ്ഞ് വനം വകുപ്പിന് ഒരു ലെറ്റർ കൊടുത്താൽ മതി. ആ ലെറ്റർ കൊടുത്താൽ പിന്നെ ഈ വനം വകുപ്പ് ഇതേപോലെ കിടന്ന് ചാടുവോ? ഈ വനം വകുപ്പിനെ കയറൂരി വിട്ടിരിക്കുക, ഈ നാട്ടിലുള്ള സകല വികസനങ്ങളും തടസ്സപ്പെടുത്തുകയാണ്. ഞാൻ ചോദിക്കട്ടെ, വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിരവധി പ്രശ്നങ്ങൾ ജനങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഒരക്ഷരം പോലും ഇവിടെ ആരും മിണ്ടുന്നില്ലെന്നേ. ഞങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനകത്ത് രാഷ്ട്രീയമല്ല, ഇത് ജനങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്, അവന്റെ സ്വയരക്ഷയുടെ പ്രശ്നമാണ്. എന്ത് നടപടികൾ അവിടെ ഗവൺമെന്റ് എടുക്കുന്നത്? ഇവിടെ മനുഷ്യന് ജീവിക്കണ്ടേ? വന്യമൃഗങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ മതി അവിടെ? വന്യമൃഗം കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് എടുത്തു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ആകെപ്പാടെ ഇവിടെ 3.78 സ്ക്വയർ കിലോമീറ്റർ പ്ലാന്റേഷൻ ആണ്. ദിസ് ഇസ് നോട്ട് എ ഫോറസ്റ്റ്. ഇത് ഞങ്ങളുടെ ഫോറസ്റ്റ് അല്ല. ഒരു ആനയ്ക്ക് വസിക്കണമെങ്കിൽ നിയമശാസ്ത്രീയമായി 25 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമാണെന്ന് പറയുന്നത്. 25 സ്ക്വയർ കിലോമീറ്റർ ഒരു ആനയ്ക്ക്. അപ്പോൾ വെറും ഞങ്ങളുടെ കീരമ്പാറ ഗ്രാമപഞ്ചായത്തില് 3.78 മീൻസ് ഓൾമോസ്റ്റ് 4 കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ 10-15 ആനകൾ. എന്താണ് വനം വകുപ്പ് ചെയ്യുന്നത്? ഈ വനം വകുപ്പ് നമ്മളെല്ലാവരും വെറും വിഡ്ഢികളാണ് വനം വകുപ്പ്. അപ്പൊ ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റോഡ് പ്രാബല്യത്തിൽ വന്നാൽ, കാരണം അത് സൂചിപ്പിച്ചതുപോലെ നിരവധി രേഖകള് ഈ റോഡ് PWD ബന്ധപ്പെട്ട് നമുക്കുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഈ റോഡ് പ്രാബല്യത്തിൽ വന്നാൽ ചെറിയതൊന്നുമല്ല, വലിയ കുതിച്ചുചാട്ടം ടൂറിസം രംഗത്തും ജനങ്ങളുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ? അതായത് ഇവിടെ ഈ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം, കേരളത്തിൽ ഇവിടെ നമുക്ക് ഒരേ ഒരു ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 65 ഉന്നതികൾ. ഈ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കോതമംഗലം, മൂന്നാർ, ഇടമലക്കുടി നമുക്കറിയാം 120 കിലോമീറ്റർ ലെങ്ത് ആണ്. അതായത് കോതമംഗലം, മൂന്നാർ, ഇടമലക്കുടി 120 കിലോമീറ്റർ. അതേസമയം ഈ റോഡ് നമ്മൾ പ്രാബല്യത്തിൽ വന്നാൽ നമുക്കറിയാം, കോതമംഗലം, പെരുമ്പംകുത്ത്, ഇടമലക്കുടി വെറും 69 കിലോമീറ്ററിൽ ഒതുങ്ങിയാണ്. അവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യമായ ടൗണിലേക്ക് വരുന്നതിനോ, ഒരു രോഗികളായ ആളുകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതിനോ എന്ന് വേണ്ട നിരവധി കാര്യങ്ങൾക്ക് പ്രയോജനം. അപ്പൊ 51 കിലോമീറ്ററാണ് ഇടമലക്കുടിക്കാർക്ക് ഈ റോഡ് വന്നാൽ ലാഭം ഉണ്ടാവുന്നത്. ഈ റോഡ് വരുന്നത് കൊണ്ട് ആർക്കാണ് ഇതില് പ്രശ്നം എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു നമ്മുടെ ഇതിന്റെ സമിതി പ്രവർത്തിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ റോഡ് പ്രാബല്യത്തിൽ വരുന്നത് വരെ ശക്തമായ സമരമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകും. അതിനകത്ത് യാതൊരു സംശയമൊന്നുമില്ല. കാരണം പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ വികസനം തടസ്സപ്പെടുത്തുവാൻ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിസ്സാരമായി ഗവൺമെന്റിന് തീരുമാനമെടുത്താൽ തീരുന്ന പ്രശ്നമുള്ളൂ. ഈ വനം വകുപ്പിനെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കയറി വിടുന്ന ഗവൺമെന്റ് നിയന്ത്രണത്തിൽ കൊണ്ടുവരണം.
ഞാൻ ചോദിക്കട്ടെ, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്ര പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഈ വിഷയങ്ങളൊന്നുമില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി, കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് ചൗഹാൻ സാറിനെ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു. അവര് പറയുന്നത് ഈ കേരളത്തിലെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അറിയിപ്പ് കിട്ടുന്നില്ല എന്ന് അവര് പറയുന്നത്. അപ്പോൾ കേരളം ഭരിക്കുന്ന ഗവൺമെന്റും മറ്റൊരു വേണ്ടപ്പെട്ട ആളുകളും ഇത് കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം പറഞ്ഞ് മനസ്സിലാക്കി ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റോഡ്, മറ്റുള്ള സൗകര്യങ്ങൾ, വന്യമൃഗശല്യത്തിൽ നിന്ന് സംരക്ഷണം നേടി തരണമെന്ന് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വ്യക്തമാണ്. യെസ്, ഞാൻ രണ്ടാം ഘട്ടത്തിലേക്ക് ഈ ഭാഷയിലേക്ക് വരികയാണ്. നമുക്ക് പലപ്പോഴും ഈ വനംവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു സംശയമുണ്ട്. ഇവരുടെ ഒരു സാമ്രാജ്യത്തിലേക്ക് ആരും ഇങ്ങനെ കടന്നു വരുന്നത് അവർ താല്പര്യപ്പെടുന്നില്ല എന്ന രീതിയിൽ. നമുക്കറിയാം, ഇപ്പോൾ ഈ മൂന്നാർ പാതയുടെ തന്നെ ഇപ്പോൾ ഓൾറെഡി ഉള്ള NH-ന്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് സംബന്ധിച്ച ചില വാർത്തകളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു സാമ്രാജ്യത്തിലേക്ക് ആരും കയറി വരരുത് എന്ന ഒരു പിടിവാശി പലപ്പോഴും ഇവർ അങ്ങനെ ഒരു സമീപനം പുലർത്തുന്നതായിട്ട് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് ഈ പരിസ്ഥിതിവാദത്തിന്റെ പേരിൽ വരുന്ന ഭീമമായ ഫണ്ട് വരുന്നുണ്ട്. കാർബൺ ഫണ്ട് എന്ന് നമ്മൾ വിളിക്കുന്ന, അതായത് ആ രീതിയിലുള്ള ഫണ്ട് ഈ വനം വകുപ്പിനും അതുപോലെ തന്നെ ഇവരെ പ്രൊമോട്ട് ചെയ്യുന്ന പൊളിറ്റീഷ്യൻസിനും നമ്മൾ കൃത്യമായിട്ട് തന്നെയുള്ള എവിഡൻസോട് കൂടി പറയുന്നതാണ് അവർക്ക് ഇതിന്റെ കൃത്യമായ രീതിയിൽ ഫണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ IFS ലോബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടയർ ചെയ്തിരിക്കുന്ന IFS ഉദ്യോഗസ്ഥന്മാരുടെ വലിയ ലോബി നമ്മുടെ രാജ്യത്തിന്റെ പല ഭരണസിരാ കേന്ദ്രങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും അന്നത്തേക്കാൾ ശക്തരായിട്ട് അവരോട് പ്രവർത്തിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പം അവരുടെ കയ്യിലൂടെ നിൽക്കുന്നു, അത് ഫണ്ട് വരുന്നു. ഫണ്ട് കിട്ടേണ്ട ഇടങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക്, നേതാക്കന്മാർക്ക് അതിന്റെ കൃത്യമായ രീതിയിലുള്ള വിതരണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നടക്കുന്നത്. അപ്പൊ കാർബൺ ഫണ്ടിന്റെ മേഖലയാണ് ഒന്നാമത്തെ ഒരു മേഖല. രണ്ടാമത്തെ മേഖല എന്ന് പറയുക ഏകവനം പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ അറിയാതെ നടപ്പാക്കിക്കൊണ്ടിരുന്നുണ്ട്. നമ്മളിപ്പോ പല ഗ്രാമങ്ങളും എടുത്ത് പരിശോധിക്കുക, അല്ലെങ്കിൽ വനത്തോട് മേഖല അടുത്ത് നിൽക്കുന്ന പല ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പല ഗ്രാമങ്ങളും ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ പല ഗ്രാമങ്ങളും ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയും അവിടെയുള്ള ആളുകൾ എങ്ങോട്ടെങ്കിലും ഒക്കെ മാറി താമസിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പൊ പല പേരുകളിൽ പല തരത്തില് വനം വകുപ്പ് പല നന്ദനങ്ങളുമായിട്ട് വരും. ഇപ്പം റീബിൽഡ് കേരളയുടെ പേരില് ഒരുപാട് ഗ്രാമങ്ങൾ ഇല്ലാതായി പോയിട്ടു. 15 ലക്ഷം രൂപ കിട്ടുന്ന ഒരു സ്കീമായിരുന്നു അത്. അവരെ ഒത്തിരി ആളുകൾ അതിന്റെ ഗുണം അനുഭവിച്ചും അല്ലാതെയൊക്കെ ഇറങ്ങി പോകേണ്ടതായിട്ട് വന്നു. അതിന്റെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത് പല ഗ്രാമങ്ങളും ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ എറണാകുളം ജില്ലയിലെ തന്നെ ഇടുക്കി ജില്ലയിൽ ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. എറണാകുളം ജില്ലയിലെ എനിക്ക് പേരെടുത്ത് പറയാൻ കഴിയുന്ന 2-3 ഗ്രാമങ്ങൾ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മളുടെ ഈ കുട്ടമ്പുഴ പഞ്ചായത്തിലെ തിണ്ണക്കുത്ത് എന്ന് പറയുന്ന സ്ഥലം ഒരു കാലത്ത് വളരെ ജനനിബിഡമായ ഒരു മേഖലയാണ്. ഇന്ന് ആ ഗ്രാമം അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കോട്ടപ്പടി പഞ്ചായത്തിലെ കുർബാനപ്പാറ, പ്ലാമടി കഴിഞ്ഞ് കുർബാനപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് നമ്മുടെ എൽദോമാർ ബസ്യൂലോസ് ബാവയൊക്കെ ബന്ധപ്പെട്ട് ഏറെ പാരമ്പര്യമുള്ള സ്ഥലമാണ്. ഇന്ന് ആ സ്ഥലത്ത് ഒരു വീട് പോലും ഇല്ലാത്ത രീതിയിൽ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. വനത്തിനുള്ളിലുള്ള വീടുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഈ മലയോര മേഖലയിലെ പല ഗ്രാമങ്ങളെ ഇല്ലായ്മപ്പെട്ടുകൊണ്ട് പശ്ചിമഘട്ട മലനിരകളെ മുഴുവൻ ഏകവന പദ്ധതിയായിട്ട് പശ്ചിമഘട്ട മലനിരയിലൂടെ ഒരാൾ നടക്കുകയാണെങ്കിൽ ഒരു തടസ്സവും ഇല്ലാണ്ട് അങ്ങ് വരെ എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഇതിന്റെ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തേത്, ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ മറവിൽ കാണിച്ചു കൊടുക്കുന്ന വൃത്തികേടുകളാണ്. അതായത് ഈ ആലുവ മൂന്നാർ രാജപാതയെ സംബന്ധിച്ച് ഇവര് പറയുമ്പോൾ ഇത് നിബിഡ വനം എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അല്പം കൂടി ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി പരിശോധിക്കുമ്പോൾ കാണുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ വനത്തിനുള്ളിലൊക്കെ ഇവരുടെ പല ബിൽഡിങ്ങുകളും ഉണ്ട്. അതിനകത്ത് പല ബിൽഡിങ്ങുകളും റിസോർട്ട് പോലെയുള്ള ബിൽഡിങ്ങുകൾ. അതുപോലെ തന്നെ പല ഉദ്യോഗസ്ഥന്മാരും അവധിക്കാലം വിശ്രമിക്കാനോ അല്ലെങ്കിൽ എന്തൊരു പേരിട്ടുകൊണ്ട് വന്ന് വിസിറ്റിനാണോ ഓരോ പേരിട്ടുകൊണ്ട് വന്ന് ഇവരവിടെ കാണിച്ചു കൊടുക്കുന്ന കാര്യം എന്താണെന്നുള്ളത് പൊതുവേദിയിൽ പറയുന്നില്ല. പക്ഷേ ഈ നാട്ടിലുള്ള മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇതറിയാം. ഈ വിവരം കുറെ വർഷങ്ങൾക്ക് മുമ്പ് റിസോർട്ട് പോലുള്ള ബിൽഡിങ്ങുകൾ വനം വകുപ്പ് പടുത്തുയർത്തുന്നു ഞങ്ങളൊരു വാർത്ത കൊടുത്തിരുന്നു. അന്നത്തെ DFO ഒരു ദിവസം വന്ന് ഭയങ്കരമായിട്ട് ക്രൈസ്, നിങ്ങൾ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്, ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു, അയാൾ വഴിക്ക് പോയി. അതായത് നമ്മൾ അറിയാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ മറവിൽ നടക്കുന്നുണ്ട്. ഈ വനം വകുപ്പിന്റെ ഒരു നിഗൂഢ ലോകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നില്ല. ഈ രാജപാത തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ രാജപാത കടന്നു പോകുന്ന പല വഴികളും വളരെ സുന്ദരമായ വഴികളാണ്. അത് ടൂറിസത്തിന് തുറന്നു കൊടുത്താൽ അവിടെ എല്ലാം ജനവാസ മേഖലയായിട്ട് മാറും. ആ ജനവാസ മേഖലയിൽ ഇവരുടെ വൃത്തികേടുകൾ നടക്കില്ല, അടിമേടിക്കും. അതുകൊണ്ട് തന്നെ അവർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനുവദിക്കത്തില്ല. മറ്റൊരു വലിയൊരു വൃത്തികേട് ഈ വനം വകുപ്പ് കാണിക്കുന്നുണ്ട്. അത് എവിടെ നിന്നെങ്കിലും പിടിക്കുന്ന മൃഗങ്ങളെ കൊണ്ടുപോയിട്ട് വനത്തിലേക്ക് വരുന്ന പരിപാടി ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ചിലരെങ്കിലും ഉണ്ടാവും. അതായത് ഈ ഇപ്പൊ പലപ്പോഴും ഈ കുട്ടമ്പുഴ പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രാജപാതയിലൂടെ കയറി പോകും. അതായത് പിന്നെ ബ്ലോക്ക് ചെയ്തേക്കുവാണല്ലോ, പിന്നെ ആൾക്കാരും കയറത്തില്ല. ശകലം മാറി കഴിയുമ്പോൾ ഇവരത് തുറന്നു വിടും.
കുറച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന തുറന്നു വിട്ടേക്കുന്ന കുരങ്ങും പാമ്പും ഒക്കെ തിരിച്ച് വീണ്ടും ജനവാസ മേഖലയിലേക്ക് വരും. അപ്പൊ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ജനവാസം അവിടെയുള്ള ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുക എന്നുള്ള ഒരു കൃത്യമായ ഒരു അജണ്ടയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതിനകത്ത് IFS ലോബിയുണ്ട്, സാമ്പത്തിക ഇടപാടുകളുണ്ട്, അധാർമികതയുണ്ട്, പലതരത്തിലുള്ള കാര്യങ്ങൾ ഇതിന്റെ പുറകിലായിട്ട് നടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരു അവസ്ഥ ഒരു കാലത്തുണ്ടായിരുന്നു. ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് ആൾക്കാർ ചോദിച്ചു തുടങ്ങി. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, വ്യക്തമാണ്. ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് ശ്രീ മാമച്ചനിലേക്ക് വരികയാണ് ചുരുങ്ങിയ വാക്കുകളിൽ. അതായത് നമുക്കറിയാം ഇപ്പോൾ ഇലക്ഷൻ അടുക്കുന്നു. ഈ ഒരു ദിവസങ്ങളാണ് ജനങ്ങൾ രാജാക്കന്മാരാകാൻ പോകുന്ന ദിനങ്ങൾ. അതിനാൽ തന്നെ ഇപ്പോൾ ഇലക്ഷൻ വരുന്നു, പ്രകടന പത്രികകളൊക്കെ ആയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ വരും. ഇപ്പോൾ ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്ന MLA-മാർ അവരുടെ വികസന കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അപ്പോൾ ഇതൊരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു മൊമെന്റ് അല്ലേ? നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഈ രാജപാത അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യകത ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന ഒരു സുവർണ അവസരം തന്നെയല്ല? അത് എത്തരത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും? ശ്രീ മാമച്ചൻ, ചുരുങ്ങിയ വാക്കുകൾ. അതായത് ഈ റോഡിന്റെ ആവശ്യകതയെ പറ്റി നമ്മൾ ഇന്നും ഇന്നലെ ഉയർത്തിയ ആവശ്യമല്ല അത്. ഈ റോഡ് നമുക്കറിയാം നമ്മുടെ രാജഭരണകാലത്ത് അവര് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന റോഡ് ഇന്ന് ജനാധിപത്യ കാലത്ത് നമുക്കത് നിരാകരിക്കപ്പെടുന്നു എന്നുള്ള വളരെ ശോചനീയമായ ഒരു കാര്യമുണ്ട്. കാരണം ഈ റോഡിന്റെ ആവശ്യകത നമുക്കറിയാം. ഇപ്പോൾ എന്തായാലും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സമീപകാലത്ത് ഞങ്ങളൊക്കെ ഇതുമായിട്ട് ആക്ഷൻ കൗൺസിൽ അടക്കമുള്ള ആളുകളുമായി എല്ലാവരും ബന്ധപ്പെട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട പിതാക്കന്മാരടക്കം രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അടക്കം കക്ഷി ജാതി രാഷ്ട്രീയ ഭേദമില്ലാത്ത രീതിയിൽ ഇത് ആവശ്യമാണ് എന്ന് നിലവിൽ ഇവിടെ നമ്മൾക്കുള്ള ആളുകൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ കേരളത്തിന് തന്നെ ഒരു വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാവുന്ന. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ പല ആൾക്കാർക്കും ഒരു ചെറിയൊരു സംശയമുണ്ട്. അതായത് ഈ റോഡ് വന്നിട്ടുണ്ടെങ്കിൽ അടിമാലിയിലേക്കുള്ള ആളുകൾക്ക് വിഷയം ഉണ്ടാവുന്നത്. അതൊക്കെ വളരെ എന്താ പറഞ്ഞ വെറും ചൈൽഡിഷ് തിങ്കിങ് ആണ്. നമുക്ക് നാരോ മൈൻഡഡ് തിങ്കിങ്സ് ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു റോഡ് വന്നാൽ ഇപ്പൊ നമുക്ക് നേര്യമംഗലം ടു മൂന്നാറിലേക്ക് ആ റോഡ് പോകുന്നത് ഒരു മലയുടെ ചെരുവിൽ കൂടെയാണ്. അപ്പോൾ എപ്പോ വേണമെങ്കിലും അവിടെ നമുക്ക് എന്തെങ്കിലും ലാൻഡ് സ്ലൈഡോ അല്ലെങ്കിൽ മരം മറിഞ്ഞോ എപ്പോഴും വണ്ടി ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് വഴി അല്ലാണ്ട് ആ വഴി അടയ്ക്കാനല്ല പറഞ്ഞത്. ടൂറിസ്റ്റുകൾക്ക് നമുക്ക് സ്വാഭാവികമായും ഇവിടെ നെടുമ്പാശ്ശേരി അടുത്താണ് ഈ സ്ഥലം. അപ്പൊ ഇവിടെ നിന്ന് വന്ന് പുയ്യൻകുട്ടി വഴി ആളുകൾക്ക് കടന്നുപോയി ആളുകൾക്ക് അവിടെ നിന്ന് മൂന്നാറെല്ലാം പോയി ചുറ്റി അടിമാലി വഴി ആളുകൾക്ക് കടന്നു പോകാം. ബിസിനസ്സുകൾ എത്ര കൂടുന്നോ അത്രമാത്രം ടൂറിസ്റ്റുകൾ നമുക്ക് സൗകര്യങ്ങൾ എത്ര വർദ്ധിക്കുന്നോ, ഇൻഫ്രാസ്ട്രക്ചർ എത്ര വർദ്ധിക്കുന്നോ അത്രമാത്രം ടൂറിസ്റ്റുകൾ നമുക്ക് ആകർഷിക്കാൻ പറ്റും. നമ്മൾ പറയുന്നത് ഇപ്പോൾ ഈ വരുന്ന പുതിയതായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ കൂടി വരുന്ന MLA-മാർക്ക്, അതായത് ജനപ്രതിനിധികള് ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. ആ ഗൗരവത്തിന് ഒരു കുറവും വരുത്താത്ത രീതിയിൽ ഞങ്ങളും എന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. ഞങ്ങൾ ഒപ്പമായിട്ട് മുന്നോട്ടേക്ക് പോകും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ ബഹുമാനപ്പെട്ട റോബിനച്ചൻ പറഞ്ഞതുപോലെ വനം വകുപ്പ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ്, ഞാൻ ചോദിക്കട്ടെ, അവർ കേരള സർക്കാരിന്റെ 7000-ഓളം സ്റ്റാഫുകള് കേരള ഗവൺമെന്റ് നമ്മുടെ ശമ്പളം മേടിക്കണേ. നമ്മുടെ ശമ്പളം മേടിച്ചിട്ട് നമ്മളേതാണ്ട് അന്യഗ്രഹത്തിൽ നിന്ന് ആളുകളെ പോലെ നമ്മൾ അവരെ കണക്കൂട്ടുന്നത്. യാതൊരുവിധ നീതിയും അവരുടെ അടുത്ത് നമുക്ക് ഉണ്ടാവുന്നില്ല. യാതൊരുവിധ ഒരു കൺസിഡറേഷൻ. ഞാൻ ചോദിക്കട്ടെ, അവരുടെ വന്യമൃഗങ്ങളെ ഇറങ്ങി നമ്മളെ ആക്രമിക്കുന്നുണ്ട്. അവരെന്ത് നടപടി സ്വീകരിക്കുന്നത്? ഏതെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് കേരളത്തിലുള്ള 941 പഞ്ചായത്തുകളിൽ ഏതാണ്ട് 485-ഓളം പഞ്ചായത്തുകള് വനാതിർത്തികൾ പങ്കെടുത്ത പഞ്ചായത്താണ്. ഈ വനാതിർത്തി പങ്കെടുക്കുന്ന പഞ്ചായത്തുകളിൽ ഈ 485 പഞ്ചായത്തുകളിൽ എന്തെങ്കിലും കൃഷി ചെയ്യാൻ മനുഷ്യന് സാധിക്കുന്നുണ്ടോ? എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ? ഒരരയ്ക്കാനുള്ള തേങ്ങ പോലും കിട്ടുന്നില്ല. മലയണ്ണാനടക്കം കുരങ്ങടക്കമുള്ള ജീവികള് ഒരു തേങ്ങ പോലും നമുക്ക് അടക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം മിനിസ്റ്ററോട് പറഞ്ഞു, ഞാൻ നമ്മുടെ കേന്ദ്ര മന്ത്രി കൃഷി മന്ത്രി ഞാൻ പറഞ്ഞു, സാർ അംലോക്ക് കാനേക്കയിലെ ഏക് നാരിയൽ നഹീ മിൽ രഹാ എന്ന് ഉള്ളോട് പറഞ്ഞു. അതായത് വി ഡോണ്ട് ഈവൻ ഗെറ്റ് എ സിംഗിൾ കോക്കനട്ട് ഫോർ മേക്കിംഗ് കറി ഇറ്റ്സെൽഫ്. വി ഡോണ്ട് ഗെറ്റ് ഇറ്റ്. അപ്പൊ ഇത്രമാത്രം ദയനീയമായ ഒരു അവസ്ഥയിൽ ഈ വനം വകുപ്പ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഇത് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയാൽ ഒരു സ്വാതന്ത്ര്യ സമരം നടത്തേണ്ടവരും നമ്മള് എന്താണ് ഈ പറയുന്നത്? നമുക്ക് ജീവിക്കേണ്ട ഒരു നാട്ടില് നമുക്ക് ജീവിക്കേണ്ട മൃഗങ്ങൾക്ക് ജീവിച്ചാൽ മതിയോ? ഞങ്ങൾ മൃഗങ്ങളെ കൊല്ലാനൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, വിദേശ രാജ്യങ്ങളിൽ സീസണൽ ഹണ്ടിങ്, ഓസ്ട്രേലിയ പോലെ രാജ്യങ്ങളിൽ കങ്കാരു എന്ന് പറഞ്ഞാൽ അവരുടെ എന്താണ് അവരുടെ ദേശീയ മൃഗമാണ്, നാഷണൽ അനിമലാണ്. ആ നാഷണൽ അനിമലെ പോലെ ഹള്ളിങ് അല്ലെങ്കിൽ സീസണൽ ഹണ്ടിങ് വഴി അതിന്റെ നമ്പർ അവർ കുറയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ ഇതുപോലെ നടപടികൾ സ്വീകരിക്കാൻ പാടില്ല? മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഒരു കുഴപ്പമില്ലല്ലോ. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഫോറസ്റ്റുകാർ ഒരു കേസ് എടുക്കുന്നൊന്നുമില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കാണും, ഒരു ചെന്നായ പിടിച്ച ഒരു കേളമാനെ എന്തോ ആളുകളെ കണ്ട് കയ്യിലെടുത്തു പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഇവിടെ തീവ്രവാദികളെ പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിലടച്ചിരിക്കുന്നത്. എന്ത് നിയമമാണ് ഇവിടെ ഇത്? ഈ നിയമങ്ങളൊക്കെ മാറ്റേണ്ട സമയങ്ങൾ കഴിഞ്ഞുപോയി. മനുഷ്യൻ ഇതുപോലൊക്കെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരൊക്കെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറയണത്, ഇതിവിടെ മനുഷ്യന് ജീവിക്കാനുള്ള അവസരം വേണം. ഇവിടെ വനം വകുപ്പ് അല്ലെങ്കിൽ വനം നശിപ്പിക്കാൻ ആരും പറയുന്നില്ല. ഇവിടുത്തെ ഫോറസ്റ്റുകാർ മാത്രമൊന്നുമല്ല ഇവിടെ വനം സംരക്ഷിക്കുന്നത്, ഇവിടെ നാട്ടുകാർ കൂടിയാണ് വനം സംരക്ഷിക്കുന്നത്.
ഇവിടെ BSS പോലെ വനസംരക്ഷണ സമിതിക്ക് വനം സംരക്ഷിക്കുന്നത്, അല്ലാണ്ട് ഒരു ഫോറസ്റ്റ് സെക്ഷനിൽ 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് വനം സംരക്ഷിക്കുന്നത്. പക്ഷേ അവര് നമ്മളെ അടിമകളാക്കി വെച്ചിരിക്കപ്പേ, അവിടെ നമ്മളെ അടിമകളാക്കി വെച്ചിരിക്കുക. അത് നമ്മൾ അനുവദിക്കില്ല. ഒരു കാര്യത്തിനോട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒന്ന് ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. അതായത് ജോർജ് ചോദിച്ചു വന്നൊരു ചോദ്യം ഇതായിരുന്നു, പൊളിറ്റിക്കൽ പാർട്ടികളോട് നമ്മൾ എങ്ങനെ ഇടപെടുന്നത്. അപ്പൊ നമ്മള് ഈ ദിവസങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഐക്യ ജനാധിപത്യ മുന്നണിയോടും ഭാരതീയ ജനതാ പാർട്ടിയോടും ഇതിന്റെ എല്ലാ നേതാക്കന്മാരെയും നേരിട്ട് കാണാനും ഈ വിഷയം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സർക്കാരിനോട് ഏതെല്ലാം തരത്തിൽ ഇടപെടാൻ കഴിയുമോ അത് ഇലക്ഷൻ വരെ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ മുന്നണികളോടും നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും അതുപോലെ തന്നെ ഇത് പ്രകടന പത്രികയുടെ ഭാഗമായി മാറണമെന്നും ആവശ്യപ്പെടും. ഇനി ഏറെ താമസിയാതെ തന്നെ നമ്മുടെ ഒരു സപ്ലിമെന്റ് രേഖകളെല്ലാം എല്ലാ വീടുകളിൽ എത്തപ്പെടാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അത് ഈ ആഴ്ച അത് പൂർത്തിയാകും. അത് കഴിയുമ്പം ആളുകൾ വോട്ട് ചോദിച്ച് വീട്ടിൽ വരുമ്പം ആൾക്കാർ ചോദിക്കും, നിങ്ങളുടെ പാർട്ടി ജയിച്ചാൽ ഇത് ഈ രാജപാതയെ സംബന്ധിച്ച നിലപാട് എന്താന്ന് ഇവിടുത്തെ പ്രവർത്തകന്മാരോട് ആളുകൾ ചോദിക്കുന്ന നിലപാടുണ്ടാകും. അതാണ് നമ്മുടെ ഈ ഘട്ടത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാട്. ജോർജി, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ കൺക്ലൂഡ് ചെയ്യണം, കാരണം നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുന്നു. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇന്ന് ഈ ഒരു ഡിബേറ്റ് ചർച്ചയ്ക്കെടുത്തത്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ ഭരണകൂടങ്ങൾ അത് മുഖവിലേക്ക് എടുക്കേണ്ട ഒരു വിഷയം തന്നെ. ആ ഒരു രാജപാത അത് പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഉണ്ട്, അതിൻ്റെ ഒരു നിയമത്തിൻ്റെ നൂലാമാലകൾ എന്നതിനേക്കാൾ അപ്പുറം വനവകുപ്പിൻ്റെ ഒരു പിടിവാശി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് ഒരു വികസനം ആ മേഖലയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൂന്നാറിൻ്റെ കാര്യത്തിൽ വലിയൊരു വികസനപരമായ ഒരു കുതിച്ചുചാട്ടം തന്നെ ഹൈ റേഞ്ചിനും ഒക്കെ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ചിന്തിക്കുക, മൃഗങ്ങൾക്കല്ല മനുഷ്യനാണ് ഈ നാട്ടിൽ പ്രാധാന്യം. ഈ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് മൃഗങ്ങളല്ല, വോട്ടവകാശമുള്ള മനുഷ്യരാണ് എന്ന് ഓർത്താൽ നല്ലത്. ഈ ഒരു വിഷയത്തിൽ വളരെ വ്യക്തമായ ആശയങ്ങൾ പങ്കുവച്ച അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റി, ഒപ്പം തന്നെ ശ്രീ മാമച്ചൻ, രണ്ടുപേർക്കും നന്ദി.